കുക്കായിരുന്നു. അപ്പോൾ ആ എവിക്റ്റ് ചെയ്തപ്പോൾ എത്രത്തോളം വിഷമം വന്നിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ പവർ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ റെഡി ആയിട്ട് തന്നെയാണ് പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത്. എനിക്കറിയാം ഒന്നില്ലെങ്കിൽ ഞാൻ പുറത്ത് പോകും, അല്ലെങ്കിൽ അകത്ത് നിൽക്കും. കാരണം പല ആഴ്ചകളിലായിട്ട്, ഒരുപാട് ആഴ്ചകളിലായിട്ട് ഞാൻ 5 പ്രാവശ്യം പവർ റൂമിൽ നിന്ന ഒരാളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ വരാത്ത ഒരാളായതുകൊണ്ട് റിസ്ക് കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും നോമിനേഷൻ ടൈറ്റ് ആവും എന്നുള്ളൊരു ചിന്ത എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് മെയിനായിട്ട് പറ്റിയ പ്രശ്നം. അതായത് വീക്കായിട്ടുണ്ടായിരുന്ന കുറച്ച് പേര് ഓൾറെഡി സേഫ് ആയിട്ടിരുന്ന സ്ഥലത്തായിരുന്നത് കൊണ്ട് ടൈറ്റ് നോമിനേഷനായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ പോകുമെന്നുള്ളത് ഓബ്വിയസ് ആയിരുന്നു. പിന്നെ എനിക്ക് അറിയാമായിരുന്നു, ലാസ്റ്റ് മൊമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി എനിക്ക് അറിയാമായിരുന്നു. കാരണം അൻസിബയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വന്ന് ശീലമില്ലാത്ത അല്ലെങ്കിൽ വോട്ട് ചെയ്ത് ശീലമില്ലാത്ത ആൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ തന്നെ പോകുന്നത് എനിക്കറിയായിരുന്നു. പിന്നെ പോയ സമയത്ത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇറങ്ങി വരാൻ സന്തോഷമല്ല. ഓബ്വിയസ്ലി വിഷമം അല്ല. ഞാൻ അന്ന് നമ്മുടെ കൺഫെഷൻ റൂമിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ കരഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കരയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ കരയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, കരയാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. അതായത് കണ്ണീര് വന്നാലല്ലേ കരയാൻ പറ്റുള്ളൂ. എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് കുറച്ച് ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ കല്ലാക്കി വെച്ച ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എത്ര അറ്റാക്ക് വന്നാലും എത്ര ഉപദ്രവം വന്നാലും ഉള്ളിലേക്ക് എടുക്കാതെ സ്നേഹം മീൻസ് ഏറ്റവും അവസാനം കാണിച്ചപ്പോഴും ഒരു തുള്ളി കണ്ണീര് പോലും വിമർശനങ്ങളും വരുന്നുണ്ട്. പക്ഷെ അതിന് ഒരു കാരണം ചത്തല്ലല്ലോ പോണേ, നമ്മൾ വീട്ടിലേക്കല്ലേ വരണേ. എന്തായാലും 100 ദിവസം കഴിയുമ്പോൾ അവരാണെങ്കിലും പുറത്തേക്ക് വരുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും പുറത്ത് വന്ന് കാണുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യമേ പറയുമായിരുന്നു, ഞാൻ ആര് പോയാലും കറിയില്ല, ഞാൻ പോയാലും ഞാൻ കറിയില്ല. എന്നെ ആദ്യത്തെ പ്രാവശ്യം ഔട്ടാക്കിയപ്പോഴും 2ാമത്തെ പ്രാവശ്യം ഔട്ടാക്കിയപ്പോഴും ഞാൻ സിമ്പിളായിട്ട് അതിൻ്റെ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ തന്നെ കയറി വന്ന ഒരാളാണ്. നമുക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ചില സമയത്തില്ലേ നമ്മളിപ്പം ജിൻഡോ ചേട്ടനുള്ള ഒരു സമീപനമാണെങ്കിലും അത് കുറച്ച് കടന്നു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരത്തിലൊരു പുച്ഛം ഔട്ടിൽ പോയിട്ട് തോന്നാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാം കാണാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ലാലേട്ടൻ പറഞ്ഞ വാക്കാണ് നിങ്ങൾ എല്ലാവരും നോക്കുന്നത്, പ്രഷർ കുക്കർ. അതാണ് അതിൻ്റെ അകത്തെ അവസ്ഥ. ഭയങ്കര പ്രഷറാണ് നമുക്ക് മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി. അതായത് ഒരു ടാസ്ക് കഴിയുമ്പോഴേക്കും ഇടിച്ചു പിഴിഞ്ഞ അവസ്ഥയാവും. അതിൻ്റെ കൂടെയാണ് ഈ ഇമോഷണൽ പ്രഷറും മെൻ്റൽ പ്രഷറും വരുന്നത്. നമ്മളൊരു എല്ലാ ദിവസവും ആ സെയിം സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു മടുപ്പ് വരും. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനം തന്നെ, ഒരു വെള്ളമുറി തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് മടുക്കും. ആ അവസ്ഥ വീണ്ടും വരുന്ന കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം വരും. അപ്പോൾ ആ പ്രഷറിൽ നിൽക്കുമ്പോൾ ചെറിയൊരു തോണ്ട് കിട്ടിയാൽ പോലും നമുക്ക് പൊട്ടിത്തെറിക്കുക മാത്രമല്ല, നമുക്ക് അവരോട് ദേഷ്യം വരും. ജിൻഡോ ചേട്ടൻ ചെറിയ രീതിയിലല്ല തോണ്ടിയിരുന്നത്, നല്ല വലിയ രീതിയിൽ തന്നെ മാന്തായിരുന്നു. അല്ല, ജിൻഡോ ചേട്ടൻ മനസ്സിൽ തന്നെയുള്ള ആളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഞാൻ പുള്ളിനെ എത്ര വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഗെയിമിന്റെ പേരിൽ പുള്ളിയായിട്ട് എത്ര തല്ലിട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പുള്ളി പാവാണെന്നുള്ളത്. അതായത് പുള്ളി ഇന്നസെന്റ് ആണ്. ആ മുഖം മാത്രം മതിയല്ലോ പുള്ളിക്ക് ഇന്നസെന്റ് ആണ്. ഉള്ളിൽ പ്രത്യേകിച്ച് അങ്ങനെ. പിന്നെ ഗെയിം പുള്ളിയുടെ എനിക്ക് പേഴ്സണലി ഞാൻ അത്ര അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിമല്ല, എനിക്ക് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഗെയിമല്ല. കാരണം പുള്ളിയുടെ സ്ട്രാറ്റജികളും പുള്ളി എടുക്കുന്ന രീതികളൊന്നും എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതികളല്ലാത്തതുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് വരുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നും. സിബിനെ എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വീടിന്റെ അകത്തുണ്ടായിരുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. സിബിൻ ആക്ച്വലി വാസ് വെരി ഡൗൺ. അന്ന് ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ സിബിൻ ആക്ച്വലി ഇമോഷണലി ഭയങ്കര വീക്കായിരുന്നു. ഞാൻ സംസാരിച്ചിരുന്നു, അത് പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സംസാരിച്ചപ്പോഴും സിബിൻ എന്നോട് പറഞ്ഞത് ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യായിരുന്നു, എനിക്ക് പറ്റണില്ലടാ, എനിക്ക് വീട്ടിൽ പോകണമെന്ന് സിബിൻ തന്നെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ആഴ്ച പോകേണ്ടവനല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങി കിടക്കേണ്ടവനല്ലേ എന്ന് പറഞ്ഞപ്പോഴും സിബിൻ പറഞ്ഞു നീ സ്ട്രോങ് ആണ്, ഞാൻ അത്രയും സ്ട്രോങ് അല്ല എന്ന് സിബിൻ പറഞ്ഞായിരുന്നു. ആ ഇൻസിഡന്റിൽ പുറത്ത് നടന്നത് എന്താണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് അതിൽ എനിക്ക് പറയാം. ഹൗസിനുള്ളിലുള്ളപ്പം പുറത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് അഖിൽമാരാർ എന്നുള്ളൊരു വ്യക്തി ഷോയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി പകരം കാസ്റ്റിംഗ് കോച്ച് മുതലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പം ഒരുപാട് സ്ത്രീകൾ അതിന്റെ പേരിൽ പബ്ലിക്കലായിട്ട് വരികയും ചെയ്തു. അപ്പം ഈ ബിഗ് ബോസിൽ ഇത്രയും നാൾ നിന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഏഷ്യാനെറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കയറുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല. ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഷോയിലേക്ക് വന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഫൈനൽ ഇന്റർവ്യൂ കൺഫേം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പാണ്. അപ്പോൾ അല്ല കുഴപ്പമില്ല, എനിക്ക് നമുക്ക് അകത്തേക്ക് ഇരിക്കാം. താങ്ക് യു. ഒരു മിനിറ്റ് എടാ, ഒരു മിനിറ്റ്. വിമർശിച്ചതും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ചർച്ചയായതും ഗബ്രി